സത്യത്തിൽ രോഗം വരാതിരിക്കാൻ മരുന്നല്ല ഭക്ഷണം കഴിക്കേണ്ടത്. ഭക്ഷണത്തിലൂടെയാണ് നാം രോഗപ്രതിരോധ ശേഷി നേടേണ്ടത്. അതിനാണ് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പറഞ്ഞത്. അപ്പോ ഉള്ളി ഉപയോഗിക്കുക, ഭക്ഷണത്തിന് മുമ്പ് ഒരു നുള്ളു ഉപ്പ് ഉപയോഗിക്കുക, ഒക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്തായ കാര്യങ്ങളാണ്. ഒരു നുള്ളു ഉപ്പ് ഉപയോഗിക്കുക, പറ്റുന്ന ആളുകൾ ചെയ്തോളി. അങ്ങനെ ഉപ്പ് ഉപയോഗിച്ചോട്ട് പ്രഷറൊന്നും കൂടുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. പ്രഷർ കൂടുന്നത് വേറെ പല കാരണങ്ങൾ കൊണ്ടാണ്. രാത്രി ഉറക്കൊഴിയുക, കുറേ നേരം വെറുതെ സംസാരിക്കുക, ഇശാ കഴിഞ്ഞിട്ട് ഭൗതിക കാര്യം സംസാരിക്കുക, തർക്ക സ്വഭാവം കൂടുക, വാശി സ്വഭാവം കൂടുക, ഭക്ഷണം വ്യത്യസ്ത രുചികളുള്ളത് കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുന്ന സ്വഭാവം കൂടുക, എപ്പോഴും കൊഴുപ്പുള്ളത് കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് പ്രഷർ കൂടും. അല്ലാതെ ഒരു നുള്ളു ഉപ്പ് ഭക്ഷണത്തിന്റെ മുമ്പ് കഴിച്ചെന്ന് വെച്ചാൽ ആർക്കും ബ്ലഡ് പ്രഷർ കൂടൂല, BP കംപ്ലൈന്റ് കൂടൂല. സുന്നത്താണ് എന്ന് ഓർമ്മിക്കുകയും കൂടി ചെയ്താൽ തീരെ കൂടൂല. ഭക്ഷണത്തിന്റെ, അതായത് അരിഭക്ഷണം ബന്ധഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഒരു തുള്ളി കല്ലുപ്പ് കഴിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ പുതിയൊരു നാട്ടിലെത്തിയാൽ അവിടുന്ന് ഉള്ളു കഴിക്കണം. അതുപോലെ വെള്ളം കുടിക്കുന്ന സമയത്ത് പച്ചവെള്ളം കുടിക്കലാണ് ഏറ്റവും നല്ലത്. കിണറിൽ നിന്ന് കോരിയെടുത്ത വെള്ളമാണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പച്ചവെള്ളം കുടിക്കലാണ് നല്ലത്, ചൂടാക്കിയ വെള്ളത്തേക്കാൾ. അതിനാണ് ഗുണം. ഹൃദയത്തിനും എല്ലുകൾക്കും ശക്തി നൽകാൻ കഴിയുന്ന പച്ചവെള്ളത്തിനാണ്. ഹാർട്ടിന്റെ പവറ്, എല്ലുകളുടെ പവറ്, മസ്തിഷ്കത്തിന്റെ ശുദ്ധീകരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പച്ചവെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. ശുദ്ധമായ വെള്ളം കുടിക്കണം. ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി വെള്ളം കുടിക്കണം. ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നതിൽ അഴുക്ക് ചേർന്ന വെള്ളം കുടിക്കരുത്. പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒരുപാട് കാലം സൂക്ഷിച്ചു വെച്ച വെള്ളം കുടിക്കരുത്. അതുപോലെ പെപ്സി, മിറണ്ട, 7up പോലത്തത് ഒഴിവാക്കിയ കുപ്പിയിൽ ചൂടുവെള്ളം ഒഴിച്ച് സ്കൂളിലേക്ക് പിള്ളേർക്ക് കൊടുക്കരുത്. നല്ല സ്റ്റൈലുള്ള കുപ്പിയാണ്, പിള്ളേർക്ക് ഇത് വലിയ ഇഷ്ടമായിരിക്കും. പെപ്സി, മിറണ്ട, 7up പോലത്തെ കോള പാനീയങ്ങൾ ഉപയോഗിച്ച പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് സ്കൂളിലേക്ക് കൊടുത്തേക്കരുത്. ബിസ്ഫിനോൾ എന്ന് പറയുന്ന മാരകമായ രാസവസ്തു ഈ ചൂടുവെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് പിള്ളേരുടെ പള്ളയിലെത്തും. ചെറിയ കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ ക്യാൻസർ വരും. ഒരുപക്ഷെ പിന്നീട് കല്യാണം കഴിച്ച കുട്ടികളാവാത്ത രോഗം വരും. വന്യത, പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉപയോഗം കൂടിയതും ബ്രോയിലർ ചിക്കന്റെ ഉപയോഗം കൂടിയതും കേരളത്തിൽ കല്യാണം കഴിച്ച കുട്ടികളാവാത്ത രോഗം വർദ്ധിപ്പിച്ചു എന്നാണ് പഠനം. ഒന്നുകൂടി പറയട്ടെ, ബ്രോയിലർ ചിക്കന്റെ ഉപയോഗം കൂടിയതും പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഉപയോഗം കൂടിയതും കേരളത്തിൽ ഇൻഫെർട്ടിലിറ്റി, കല്യാണം കഴിച്ച കുഞ്ഞുങ്ങളാവാതാവുക എന്നുള്ള രോഗം വർദ്ധിപ്പിച്ചു. ക്യാൻസർ വർദ്ധിപ്പിച്ചു. മെലാനിൻ പോലത്തെ രാസവസ്തു, പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രശ്നം എന്താ? മെലാനിൻ പോലത്തെ രാസവസ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ പരമാവധി ജീവിതത്തിൽ ശുദ്ധി പാലിക്കുക, കുടിക്കണ വെള്ളം സൂക്ഷിക്കുക. ചെറുപ്പക്കാര് ശരീരത്തിന് ഗുണം ചെയ്യുന്ന വെള്ളം കുടിക്കുക. ഇപ്പൊ റമദാൻ വരാൻ പോവാണ്. തടുത്ത പാനീയം ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കണം. ഏറ്റവും ചുരുക്കിയത് ഈ പരിപാടിയുടെ സംഘാടകരെങ്കിലും അത് തീരുമാനിക്കണം. ഒരുപാട് നേരം തന്റെ ജോലിയൊക്കെ പരമാവധി കുറച്ചു നിന്ന കിഡ്നി എന്ന അവയവത്തിലേക്ക് പെട്ടെന്ന് തന്നെ തണുത്തുറച്ച കട്ടിയുള്ള ജ്യൂസുകള് അവിടെ കടന്നു ചെന്നാൽ അതിമാരകമായ കിഡ്നി രോഗത്തിലേക്കാണ് പോവാ. കേരളത്തിൽ ഒരു 10 കൊല്ലത്തിന് ഇപ്പറാണ് വ്യാപകമായി കിഡ്നി രോഗം ഉണ്ടായത്. ഒരു മാസം 1,20,000-ൽ പരം ആളുകൾക്ക് കിഡ്നി രോഗം കേരളത്തിൽ ഇത്ര കണ്ട് വളരാൻ കാരണം എന്തേ? ജ്യൂസിന്റെ കുടി, അസീറുകൾ. പൂർവികരായ ഇമാമിങ്ങൾ എഴുതി വെച്ച കിതാബുകളിൽ കാണുന്നില്ലേ, പഴങ്ങൾ ചാറാക്കി ഉപയോഗിക്കരുത്. എന്തുകൊണ്ടാ? പ്രശ്നമാണ്. പലപ്പോഴും അതിന്റെ നാരുകൾ എത്തൂല്ല. അപ്പൊ ഓറഞ്ച് ജ്യൂസ് അടിച്ചു വാങ്ങി അതിന്റെ നാരടിച്ചിട്ട് അവൻ തരുന്നത്. ഈ നാര് ശരീരത്തിലെത്തണ്ടേ? മുസംബി ജ്യൂസ് അടിച്ചു, അതിന്റെ നാര് കിട്ടട്ടോ നമുക്ക്? ആ നാരുകൾ അവൻ അരിച്ചെടുത്തത് കളയാണ്. പഴങ്ങളായി കഴിക്കുക. പഴങ്ങളായി കഴിക്കണം. റമദാൻ വരുന്നോണ്ടാണ് ഞാൻ പറഞ്ഞത്, റമദാനിൽ നിങ്ങൾ ജ്യൂസ് കുടിക്കൂല എന്ന് ഈ വർഷം തീരുമാനിക്കണം. ഏറ്റവും ചുരുക്കിയതിന്റെ സംഘാടകരൻ തീരുമാനിക്കണം. കുടുംബിനികളായ സഹോദരിമാര്, 10,000-കണക്കിന് ചെറുപ്പക്കാരെ കേരളത്തിൽ കിഡ്നി രോഗത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ഇത്തരം തണുത്ത പാനീയങ്ങൾ റമദാൻ ഷരീഫിൽ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കണം. എനിക്കറിയില്ല ഇവിടത്തെ നോമ്പ് മുറി സമയത്ത് എങ്ങനെയാണ് ഇവിടുത്തെ പ്രയോഗം എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് നോമ്പ് മുറി സമയത്ത് ചൂടുള്ള കഞ്ഞി ഉണ്ടാവും, ചൂടുള്ള ചായ ഉണ്ടാവും, തണുത്ത ജ്യൂസ് ഉണ്ടാവും, നാരങ്ങാവെള്ളം ഉണ്ടാവും, പല കോലത്തിലുള്ള പാനീയങ്ങൾ ഉണ്ടാവും. നോമ്പ് മുറിക്കുന്ന സമയത്ത് ഇതിനൊന്നും പ്രസക്തി ഇല്ല. ഈത്തപ്പഴം, വെള്ളം, നിസ്കാരം, ദുആ, മഗ്‌രിബിന്റെ സമയത്തുള്ള ദുആഇന്റെ സമയം നഷ്ടപ്പെടുത്താണ്. തിന്നാനും കുടിക്കാനുള്ള ഉത്സാഹം പറഞ്ഞിട്ട് മസ്ജിദുകളിൽ നടക്കുന്ന നോമ്പ് തുറയിൽ വരെ ബാങ്കിന്റെ തൊട്ട് മുമ്പുള്ള അനുഗ്രഹീതമായ സമയത്ത് ദുആ ചെയ്യുന്ന ആളുകളെ കാണാനില്ല എന്ന്. റമദാൻ ഷരീഫിന്റെ ഓരോ പകലിന്റെയും അവസാന സമയം
നോമ്പ് തുറയുടെ തോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ് ദുആന് ഇത്രയും ഫളായിലുള്ള ദുആന് ഇത്രയും ഇജാബത്തുള്ള സമയത്ത് അങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് വെക്കുക, അതെടുക്കുക ഇതെടുക്കുക, അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക, അടുക്കളയിൽ പെണ്ണുങ്ങൾ ചായ കാച്ചുക പാലൊഴിക്കുക, എന്ത് റമദാനാണെന്ന് മനസ്സിലാക്കിയിട്ട്, തിന്നാനും കുടിക്കാനുള്ള മാസമല്ല എന്ന് മനസ്സിലാക്കിയിട്ട്, ഇബാദത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ചിട്ട വരുത്തണം എന്റെ ഈ ഉമ്മത്ത് സമുദായം. ഇബാദത്തുകൾ എങ്ങനെയാ കൊണ്ടു നടക്കേണ്ടത്, ആരാധനാ മാസത്തെ എങ്ങനെയാ കൊണ്ടു നടക്കേണ്ടത്. തിന്നാനും കുടിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു മഗ്‌രിബിന്റെ തൊട്ട് ബാങ്ക് കൊടുക്കണതിന്റെ തൊട്ട് മുമ്പ് ദുആഇന് ഇജാബത്തുള്ള സമയത്ത് വളരെ ഭയഭക്തിയോടുകൂടി നോമ്പുറിക്കാനുള്ള ഈത്തപ്പഴവും വെള്ളവും വെച്ച് അള്ളാഹിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തേണ്ട സമയത്ത് അത് കിട്ടിയോ ഇത് കിട്ടിയോ അപ്പുറം വെച്ചോ ഇപ്പുറം വെച്ചോ എന്ന് വർത്താനം പറഞ്ഞിട്ട് പള്ളിയിലടക്കം പിന്നെ എവിടെയാ ദീനുണ്ടാവേണ്ടത്? പള്ളിന്റെ മുറ്റത്ത് ദീനില്ലേ പിന്നെ എവിടെയാണ് ദീനുണ്ടാവുക? നിങ്ങൾ പറയും. പള്ളി പരിപാലിക്കുന്ന ആളുകൾ, പള്ളി നിയന്ത്രിക്കുന്ന ആളാണ് മറുപടി പറയേണ്ടത്. പള്ളിന്റെ മുറ്റത്ത് ദീനില്ലേ പിന്നെ എവിടെയാണ് ദീനുണ്ടാവുക? എന്നിട്ട് വീട്ടുകാരെ കുറ്റം പറയാം, നാട്ടുകാരെ കുറ്റം പറയാം. പള്ളിയിൽ ദീൻ ഹയാത്താക്കാൻ കഴിയില്ല പിന്നെ എവിടെയാണ് ദീൻ ഹയാത്താക്കാൻ കഴിയുക? പള്ളികളിൽ ദീനിന്റെ ശൈലി ഇല്ലെങ്കിൽ പിന്നെ എവിടെ ദീനിന്റെ ശൈലി ഉണ്ടാക്കാൻ പറ്റുക? വലിയ പന്തല് കെട്ടുക നല്ലതാ, സമൂഹമായിരുന്നു നോമ്പുറക്കലൊക്കെ നല്ലതാണ്. അതിന്റെ പേരിൽ ആളെ കൂട്ടാൻ പറ്റുമോ? അതൊക്കെ നല്ലതാണ്. പക്ഷേ ഷറഫാക്കപ്പെട്ട മഗ്‌രിബിന്റെ സമയത്ത് ദുആ എന്ന പ്രസക്തമായ കാര്യത്തെ എന്തിനാ മാറ്റിവെക്കണത്? എന്ത് മാനദണ്ഡം വെച്ചിട്ടാ മാറ്റിവെക്കണത്? നോമ്പ് തുറയും നോമ്പ് ഇസ്ലാമിൻ്റെതാണ്, നോമ്പ് മുറിയും ഇസ്ലാമിൻ്റെതാണ്. അതിന് മുൻഗാമികളുടെ ഒരു ശൈലി നോമ്പ് മുറിക്കുന്ന ആളുകൾ പഠിച്ചു വെക്കണം. അള്ളാഹു ഈ വർഷത്തെ റമദാൻ ഷരീഫിലെ മഗ്‌രിബിന്റെ നേരം പൂർവികർ എങ്ങനെയാണോ മഗ്‌രിബിനെ ഉപയോഗപ്പെടുത്തിയത് അതുപോലെ ഉപയോഗപ്പെടുത്താൻ ഇവിടെയുള്ള മസ്ജിദിന്റെ അഹ്ലുകാർക്കും മൊത്തം മസ്ജിദിന്റെ അഹ്ലുകാർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദ്വാരക്കാണ്, സങ്കടം കൊണ്ട് ദ്വാരക്കാണ്. ഈ ഉമ്മത്ത് അതിന്റെ സാംസ്കാരിക കേന്ദ്രത്തിൽ മർക്കസിൽ ഉമ്മയാണ് മസ്ജിദ്. ഇസ്ലാമിക സമൂഹത്തിന്റെ മർക്കസിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ സാംസ്കാരിക നിലയമാണ് മസ്ജിദ്. അവിടെ ദീൻ ഹയാത്താവണം. അത് കണ്ടിട്ട് ചുറ്റുള്ള വീടുകളിൽ ദീൻ ഹയാത്താവണം. അതിന്റെ ചുറ്റുള്ള വീടുകളിൽ ദീൻ ഹയാത്താവണം. അള്ളാഹു അങ്ങനെ ഒരു അസുലഭ മുഹൂർത്തം. പള്ളിന്റെ അടുത്ത് വീടെടുക്കാൻ പറഞ്ഞ എന്തോട്ടാ? വീടെടുക്കുമ്പോൾ കന്നിമൂല നോക്കാനല്ല പറഞ്ഞു, പള്ളിന്റെ അടുത്ത് വീടെടുക്കാനാ പറഞ്ഞത്. കന്നിമൂല, കഞ്ഞിന്റെ വെള്ളം കുടിക്കാനല്ലേ. കന്നിമൂല ഇല്ലാത്ത അന്ധവിശ്വാസവും അനാചാരവും പറഞ്ഞ് മനുഷ്യന്മാരെ ഇടങ്ങറാക്കണം. കന്നിമൂല കിതാബ് പറയാത്ത കാര്യം അത് നോക്കണതേ. പെണ്ണുങ്ങന്മാർക്ക് ഭയങ്കര സംഭവം. കന്നിമൂല കക്കൂസ്, അവിടെ തന്നെ കക്കൂസാക്കണ്ടത്. ഇല്ലാത്ത അന്ധവിശ്വാസത്തിന് പ്രചാരം കൊടുക്കുക. അതിലൊക്കെ എന്താ ഷർത്ത്, അതിലൊക്കെ എന്താ പിടുത്തം, എന്തായി കൗമ കാണിക്കൊടുക്കുന്നത്? വീടെടുക്കണോ കന്നിമൂല? വീടെടുക്കുമ്പോൾ പള്ളിന്റെ അടുത്തെടുക്കുക. കോലായി വലുതാക്കുക. കോലായി എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ പറയാം? ആള് കയറി വരുന്ന സ്ഥലം വലുതാക്കുക, റൂം ചെറുതാക്കുക. ഇതൊന്നും ആർക്കും വിഷയമല്ല. കോലായി ഒരു ഓട്ടോറിക്ഷ വെക്കാൻ പോലും കഴിയില്ല. അജാതി ചെറിയ കോലായി ഇതൊന്നും വന്ന് ഇരിക്കണ്ട, മതി. വർക്ക് സ്ഥലമില്ല, ബർക്കത്ത് ഉണ്ടാവില്ല, വീട്ടില് ബർക്കത്ത് ഉണ്ടാവില്ല. വീടെടുക്കുമ്പോൾ കോലായിക്ക് നീളം വേണം. പഴയകാലത്തെ വീട് കണ്ടില്ല നിങ്ങള്? പഴയകാലത്തെ വീടിന് ഏറ്റവും വലുത് കോലായി, അടുക്കള, മനുഷ്യന്മാർ ഇരിക്കുന്ന സ്ഥലം, എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലമൊക്കെ വലുത്. ഇവന്റെ കെട്ടിയോൾ ഉറങ്ങുന്നതോ ചെറിയ റൂം. നിങ്ങൾ പഴയ കാലത്തെ മാളിക വീട് ഇപ്പോഴും നോക്കിക്കോളി. ഇപ്പം വീട് ബെഡ്റൂം വലുത്, അതിനേക്കാൾ വലിയ ബാത്റൂം. ആകെയുള്ള വലിയ മെയിൻ പരിപാടി അതാണ്. വലിയൊരു ബെഡ്റൂമും അതിനേക്കാൾ വലിയൊരു ബാത്റൂം, എന്നിട്ട് ബാത്ത് അറ്റാച്ച്ഡ് റൂം. ഒന്നും അറിയില്ല പറഞ്ഞിട്ട് കാര്യം. അറിവില്ല എവിടെയോ പണയം വെച്ച് ആരാന്റെ പിറകിൽ അറിവില്ലാത്തവൻ ചെയ്യുന്ന കാര്യം നോക്കി ഓന്റെ ബാക്കിൽ നമ്മൾ കൂടി. നമ്മൾ ഖുറാന്റെ അഹ്ലുകാരാണ്. ഖുറാൻ നോക്കിയോ? ഇല്ല. ഹദീസ് നോക്കിയോ? ഇല്ല. ഇൽമുൽ ഹൻദസ നോക്കിയോ? ഇല്ല. അപ്പൊ ഇൽമുൽ ഹൻദസ എല്ലാം പിന്നെ എന്തിനാ? അത് കിതാബൊന്നും ഒരു 5-6 മാസം ഓതിയിട്ട് അങ്ങനെ കൂട്ടിയോ വർക്കത്തിൽ ശൈലി പരമാവധി ഇതൊക്കെ പഠിക്കണം നമ്മൾ. അപ്പൊ ഏതായാലും ഈ വർഷത്തെ റമദാൻ ഷരീഫിൽ ഈ കാര്യം കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം. നോമ്പ് മുറിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൂടി പരിഗണിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും നല്ല ഭക്ഷണത്തെ തെരഞ്ഞെടുത്ത് കഴിക്കുക. ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുക. തണുത്തതും ചൂടുള്ളതും ദയവേത് നിങ്ങൾ ഒന്നിച്ച് കഴിക്കരുത്. അതൊക്കെ നോമ്പിൽ വരുന്ന ഫസാദുകളാണ്. നോമ്പ് കാലത്തെ ഈ ഫസാദൊക്കെ വരും. നല്ല തണുത്ത ജ്യൂസ് കുടിച്ച് ഏതായാലും പലഹാരം കഴിക്കില്ല, ഒരു ഗ്ലാസ് ചായ വെച്ചാളി എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ വലിയ അബദ്ധമാണ്. തണുപ്പ് കഴിച്ചതോടൊപ്പം ചൂട് കഴിക്കരുത്, ചൂട് കഴിച്ചതോടൊപ്പം തണുപ്പ് കഴിക്കരുത്. പുളിയുള്ളത് കഴിച്ചതോടൊപ്പം മധുരം പറ്റൂല, മധുരത്തിനോടൊപ്പം പുളി പറ്റൂല. മത്സ്യത്തോടൊപ്പം മാംസം പറ്റൂല, മത്സ്യത്തോടൊപ്പം പാല് പറ്റൂല. മത്സ്യത്തിന്റെ കറികൂട്ടിങ്ങൾ പ്രാതൽ കഴിക്കാണ്, രാവിലെ നാസ്ത കഴിക്കാണ്, പാലൊഴിച്ച ചായ കുടിക്കരുത്. അപ്പൊ മത്സ്യത്തോടൊപ്പം പാല് പറ്റൂല. ചിക്കനോടൊപ്പം തൈര് പറ്റൂല. കോഴി ബിരിയാണി കഴിക്കുമ്പോൾ തൈര് വേണ്ട. പിന്നെ സലാഡ് കഴിക്കേണ്ടത് ബിരിയാണിന്റെ കൂടെയല്ല, ബിരിയാണിക്ക് മുന്നെയാണ്. എല്ലാ ഭക്ഷണത്തിന്റെ മുന്നെയാണ് സലാഡ് കഴിക്കേണ്ടത്.
ഇത്തിരിയും ഉള്ളിയും ഇത്തിരി ക്യാരറ്റും കക്കിരിയും ഒക്കെ മുറിച്ചിട്ടിട്ട് ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞ് അതിനൊന്ന് രുചിപ്പെടുത്തി എല്ലാ ഭക്ഷണത്തിന്റെ മുമ്പ് അല്പം കഴിക്കാൻ പറ്റുമെങ്കിൽ കൊളസ്ട്രോളിന്റെ ഒന്നും കംപ്ലൈന്റ് ഉണ്ടാവില്ല. നമ്മൾ അതിലും തെറ്റായ ശൈലിയാണ് ഉപയോഗിക്കുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുക. വെന്തതും വേവാത്തതും ഒന്നിച്ച് പാടില്ല. പുളിയുള്ളതും മധുരമുള്ളതും ഒന്നിച്ച് പാടില്ല. പഴങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കുന്ന ശീലം നമ്മൾ നടപ്പിൽ വരുത്തണം. പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണം. വേവാത്ത ഭക്ഷണം വെന്ത ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണം. ഇതൊക്കെയാണ് സുന്നത്ത്. ഞാൻ പറയുന്നത് സുന്നത്തായ കാര്യങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു തവണ മിനാ കുന്നിന്റെ മുകളിൽ ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ നേരത്തെ പറഞ്ഞ മഹാനായ ഏഴുമല തങ്ങൾ പറഞ്ഞു, നീ കുറച്ച് എന്തെങ്കിലും വയത് പറയുന്നു. ഞാൻ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഇതെല്ലാം പറഞ്ഞത് മൂപ്പർ പറഞ്ഞ എന്റെ പിതാവ് എഴുതിയൊരു കിതാബുണ്ട്, ആദാബുൽ അക്കിൽ. ആ കിതാബിന്റെ പേര് മൂപ്പർ പറയണം, ഏഴുമല തങ്ങൾ പറയാണ്, എന്റെ പിതാവ് എഴുതിയൊരു കിതാബുണ്ട്, ആദാബുൽ അക്കിൽ. ഇതൊക്കെ പൂർവികരായ ആളുകൾ പറയുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒന്ന് ഒരുപ്പെടുത്തി എന്തും തിന്നാം, എങ്ങനെയും തിന്നാം എന്നുള്ളിടത്തെത്തി. അങ്ങനെ നിത്യരോഗിയായി രോഗത്തിന്റെ ദുരിതത്തിലായി ഭക്ഷണം കഴിച്ച് രോഗിയായി മരുന്ന് കുടിച്ച് രോഗത്തിന്റെ വർധനമുണ്ടാക്കി ഇടങ്ങേറാവാണ് മനുഷ്യന്മാർ. ഞാൻ പറഞ്ഞ പ്രയോഗം മനസ്സിലായോ? ഭക്ഷണം കഴിച്ച് രോഗിയായി മരുന്ന് കുടിച്ച് രോഗം വർദ്ധിപ്പിച്ചു. ഇതാണ് ജനങ്ങളുടെ അവസ്ഥ. ഈ ദുരിതത്തിന് അവസാനം വരണമെങ്കിൽ, ഈ ദുരിതത്തിന് പ്രയാസത്തിന് അവസാനം വരണമെങ്കിൽ ഖുർആന്റെ ഹദീസിന്റെ സയൻസുകൾ, ഖുർആന്റെയും ഹദീസിന്റെയും ശാസ്ത്ര വീക്ഷണങ്ങൾ ജനങ്ങൾക്കിടയിൽ വ്യാപകമാകണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പൊ രാവിലെ എന്തായാലും എല്ലാവർക്കും വിശപ്പുണ്ടാവും, മഗ്രിബിന്റെ സമയത്തും എല്ലാവർക്കും വിശപ്പുണ്ടാവും. പ്രകൃതിപരമായി എല്ലാവർക്കും വിശപ്പ് വരാൻ സാധ്യതയുള്ള രണ്ട് സമയത്താണ്. ഒന്ന് സുബഹ് കഴിഞ്ഞ ഉടനെ, മറ്റൊന്ന് മഗ്രിബിന്റെ ഉടനെ. ഈ രണ്ട് സമയത്ത് ഭക്ഷണം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഫുത്തൂർ അശ, പ്രഭാത ഭക്ഷണം, രാത്രി ഭക്ഷണം. അപ്പൊ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക. പ്രത്യേകിച്ചും സ്ത്രീകൾക്കത് കഴിയും, സഹോദരിമാർക്കത് കഴിയും. ഭക്ഷണം കഴിച്ചാൽ 3 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പാടില്ല. നമ്മൾ ഈ 10 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ എപ്പോഴാ ഉറങ്ങാൻ? 1 മണിക്കോ? ഭക്ഷണം കഴിച്ചാൽ 3 മണിക്കൂർ നേരം ശരീരത്തിന് ഉറക്കം പാടില്ല എന്നാണ് ശാസ്ത്രം. കാരണം ഭക്ഷണം കഴിച്ച സമയത്ത് രക്തത്തിന് ഭക്ഷണത്തിന്റെ ദഹനത്തിലാണ് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. ഇനി ഒരാൾ ഭക്ഷണം കഴിച്ച ഉടനെ ഉറക്കിലേക്ക് പോയാൽ അയാൾ രോഗിയായി തീരും. ചില ആളുകളൊക്കെ രോഗം ഇങ്ങനെ എപ്പോഴും നിലനിൽക്കുന്നുണ്ടാ. മൂപ്പറുടെ ഡയലോഗ്, ഉച്ചക്ക് ചോറ് വെച്ചിട്ട് ലേശം ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് തലക്കൊരു കനാന്ന്. ആ കനം ചെയ്ത്താനിരുന്ന കന. മനസ്സിലായിട്ടില്ല? ചില വമ്മമാര് പറയുന്ന വർത്താനം, ഉച്ചക്ക് ഊണ് കഴിച്ചവർക്ക് ലേശം കണ്ണി ചെയ്യുമണോന്ന്. എനിക്ക് വേഗം നല്ലോണം കണ്ണി ചെയ്യുമ. നാട്ടുകാർ വേഗം ജീവിതരും. പകല് ഉറങ്ങാൻ പറ്റുന്ന സമയം എപ്പോഴാണ്? ളുഹർ ബാങ്കിന്റെ മുമ്പാണ്. അത് തന്നെ ആർക്കാ അനുവദിക്കപ്പെട്ടത്? കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞിട്ട് ആർക്കാ അനുവദിക്കപ്പെട്ടത്? തഹജ്ജുദിൽ ഉണർന്ന മഹാന്മാർക്കാണ്, ഭാഗ്യവാന്മാർക്കാണ്. ഇച്ചങ്ങായി ഉച്ചക്ക് ചോറ് കഴിച്ച പേരും പറഞ്ഞ് കടത്തുറക്കുന്നത്. എന്നിട്ട് സൂക്കേട് മാറുന്നില്ല, എന്താ ചെയ്യേണ്ടത്? എങ്ങനെ മാറില്ല? സൂക്കേട് മാറാതിരിക്കണം, മരുന്ന് എപ്പം കുത്തിവെക്കല്ലേ? പ്രമേഹം എന്തായാലും മാറൂല. പകലുറങ്ങുന്നവന്റെ പ്രമേഹം ഒരു നിലക്കും മാറൂല. പകലുറങ്ങുന്നവരുടെ പ്രമേഹം മാറൂല. അയാൾ അത് ആഗ്രഹിക്കുക വേണ്ട. മാത്രമല്ല, ഒരു 10-20 രോഗം മൂപ്പറ ബേക്കിൽ ഇങ്ങനെ നബിദിനത്തിന് ഘോഷയാത്ര പിള്ളേർ പോകുന്നവരിങ്ങനെ ബേക്കിൽ വരികയും ചെയ്യും. കണ്ണിന് കാഴ്ച കുറയുക, കാലിന്റെ തടിഭാഗത്തേക്കുള്ള രക്തത്തിന്റെ കുറവ്, രക്തത്തിന്റെ സർക്കുലേഷൻ കുറയുക. അങ്ങനെ ഒരു 10-20ഓളം ദുരിതങ്ങൾ വന്നിട്ട് ഈ മനുഷ്യരാകെ ജീവിതത്തിൽ ഇടങ്ങാറാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിച്ചോളി. കാര്യങ്ങൾ കേട്ടിട്ട് മാത്രം കാര്യമില്ല. തൗഫീഖ് അള്ളാഹു തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഉറങ്ങേണ്ട സമയം രാത്രി, ജോലി ചെയ്യേണ്ട സമയം പകല്, ഇതൊക്കെ മനസ്സിലാക്കണം. ഇനി രാത്രി ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് ഉറക്കൊഴിച്ചു, ഹൈറായ ഇൽമു പഠിക്കുക, ദിക്റിന്റെ മജ്‌ലിസിൽ ഒരുമിച്ചൂടുക പോലത്തെ ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ഉറക്കൊഴിച്ചാൽ പകൽ ഉറങ്ങാം. സൂര്യോദയം കഴിഞ്ഞ് ളുഹാന്റെയും മറ്റൊക്കെ സമയം കഴിഞ്ഞ് ളുഹറിന്റെ തൊട്ട് മുമ്പ് അല്പം ഉറങ്ങാം, ക്ഷീണം മാറ്റാൻ. അത് ഹൈറായ കാര്യത്തിന് അത് പ്രത്യേകം സൂക്ഷിക്കണം. കല്യാണത്തിന്റെ തലേന്ന് ഉറക്കൊഴിഞ്ഞാലല്ല, അങ്ങനെ ഒരു ഉറക്കൊഴിയലും ദീന്റെ അടിയില്ല. കല്യാണത്തിന്റെ തലേന്ന് ഉറക്കൊഴിയൽ, മൈലാഞ്ചിന്റെ ഉറക്കൊഴിയൽ, മനസ്സിലായില്ലേ? അപ്പൊ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അസ്റിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ രാവിലെ ഭക്ഷണം കഴിക്കുക, രാത്രി ഭക്ഷണം കഴിക്കുക. രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുതെന്ന് പ്രത്യേക റസൂൽ പറഞ്ഞു. രാത്രി ഭക്ഷണത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് മുഹമ്മദ് റസൂൽ. അത് നിങ്ങളിലേക്ക് വാർദ്ധക്യത്തെ വലിച്ചു കൊണ്ടുവരും. രാത്രി ഭക്ഷണത്തെ ഉപേക്ഷിക്കുന്നത് വാർദ്ധക്യത്തെ നിങ്ങളിലേക്ക് വലിച്ചുകൊണ്ടിരും. നിങ്ങൾ ചെറിയ പ്രായമാണ്, വയസ്സന്മാരെ സ്വഭാവം വരും, ശരീരത്തിന്റെ ശക്തി ഇല്ലാണ്ടാവും. അപ്പൊ രാത്രി ഭക്ഷണം ഉപേക്ഷിക്കാൻ പാടില്ല. ചില സ്ത്രീകൾക്കിടയിൽ അങ്ങനെ ചില തെറ്റായ വിശ്വാസമുണ്ട്. തടി കൂടുന്നു എന്ന് പേടിച്ച് രാത്രി ഭക്ഷണം കഴിക്കില്ല.
തടി കൂടുന്നു എന്നതാണ് അവർ പറയുന്ന ന്യായം. എന്നിട്ട് പകല് നല്ലോണം വെച്ച് വാട്ടി കഴിഞ്ഞു. അതിന് വലിയ അളവൊന്നും ഉണ്ടാവില്ല. അതിന് വലിയ അളവുണ്ടോ? ഇല്ല. രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുത്, പ്രഭാത ഭക്ഷണവും ഉപേക്ഷിക്കരുത്. ഇത് രണ്ടും വലിയ അപകടമാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ധാന്യങ്ങൾ കഴിക്കുമ്പോൾ തവിട് കളയാത്ത ധാന്യങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. പറ്റാത്തവരോട് നമുക്കിത് പറയാന്നല്ലാതെ. മൈദ പരമാവധി ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. കേരളത്തിൽ പ്രമേഹത്തെ വർദ്ധിപ്പിച്ചത്, ഗൾഫുകാരെ രോഗികളാക്കിയത് മൈദയുടെ ഫുഡാണ്. ഗൾഫുകാരെ രോഗിയാക്കിയത് കുബൂസാണ്. ഓൻ അവസാനം ഒരു ബുദ്ധൂസ് വരുന്നവർ വരുന്നാണെന്നില്ലേ എല്ലാം മതിയാക്കിയിട്ട്. എന്താ കാര്യം? രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് കുടുംബക്കാർ എപ്പോഴും നെയ്ച്ചോറ് ഇറച്ചിക്കറിയും അല്ലേ, പിള്ളേർ ബിസ്ക്കറ്റ്. എന്താണ് ഗൾഫുകാരന്റെ ഇവിടുത്തെ ജീവിതം? കുടുംബത്തിന്റെ അവനോ അവിടുത്തെ ജീവിതം എന്താണ്? പാവം. ഇങ്ങനെ അട്ടിക്കട്ടിൽ ഒരുത്ത തായാലും ഒരുത്ത മുകളിൽ. തായാലുള്ള നാടനെ സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ എണീച്ച് പോയാൽ തല മുകളിൽ കുത്തിയിട്ട് സിക്കുകാരന്റെ മുഴ തലക്ക്. അമ്മാതിരി കട്ടുമല ഇവൻ കിടക്കണ് ഗൾഫിൽ. രാവിലെ ചായ ഉണ്ടോ? രാവിലെ ചായ ഒന്നുമില്ല. എണീച്ചോളെ വല്ലേച്ചോളെ പണിക്ക് പോകുന്ന വഴിക്കുന്ന് അസീറും സാൻഡ്വിച്ചും കിട്ടി. നാട്ടിൽ വന്ന പോലെ ഷെയ്ഖ് റാഷിദിന്റെ പുതിയാപ്പിള്ള കളിക്കുക. ക്ലീൻ ഷേവല്ലാക്കി കാറ് വാടകയൊക്കെ എടുത്തിട്ട് നാട്ടിൽ വന്ന ഇവന്റെ കളി കണ്ടില്ലേ? സാരില്ല, അപ്പം കളിക്കട്ടോ, എനിക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമില്ല, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അവന്റെ അവിടുത്തെ ജീവിതം വളരെ വിഷമാണ്. അത് ഇവിടുത്തെ കുടുംബക്കാർ മനസ്സിലാക്കണം, നാട്ടുകാർ മനസ്സിലാക്കണം. വലിയ വിഷമാണ്. 98% ആളുകളും ചെറിയ ജോലി ചെയ്ത് വക്കാലകളിൽ, ഗ്രോസറികളിൽ വളരെ പ്രയാസം. പെരുന്നാളിന് വരെ ലീവില്ല പാവങ്ങൾക്ക്. പെരുന്നാളിന് ലീവില്ലാത്ത ദുനിയാവിൽ ആരെങ്കിലും. എന്നിട്ട് ഇവിടുന്ന് സ്കൂൾ 2 ദിവസം പൂട്ടിയില്ലെങ്കിലും ഫേസ്ബുക്കിൽ എഴുത്ത്. ഓണത്തിന് കുറേ ലീവ്, എന്താണ് ക്രിസ്മസിന് കുറേ ലീവ്, നമ്മളെ പെരുന്നാൾക്ക് മാത്രം 2 ലീവ്. ഗവൺമെന്റിന് ഒരു എഴുത്താ ചെറുപ്പക്കാരുടെ. എന്റെ അറബി നാട്ടിൽ എനിക്ക് ജോലിക്ക് ലീവ് ഉണ്ടാ? എന്റെ അറബി നാട്ടിൽ ഉണ്ടോ? എന്നിട്ട് സർക്കാർ പെരുന്നാൾക്ക് 2 ലീവ് ആസി കൊടുത്തില്ലെങ്കിൽ അതിന് ചീത്ത. ക്രിസ്മസിന് 10 ലീവ് കൊടുക്കണില്ലേ? ചോദ്യം. ക്രിസ്മസിന് 10 ലീവ് കൊടുക്കണില്ലേ? ഓണത്തിന് 10 ലീവ് കൊടുക്കണില്ലേ? കൊടുത്തോട്ടോടെ പെരുന്നാൾക്ക് ലീവ് വേണ്ടെന്ന് നമ്മളെ അഭിപ്രായം. ഒന്നും വേണ്ട, പോട്ട്. പുതിയ കുപ്പായിട്ടാണ് സ്കൂളിൽ പോവാം. ഈ പുതിയ കുപ്പായം വാങ്ങാൻ വേണ്ടി പൈസ വന്നാൽ നോക്കാം. ഓനക്ക് അന്നും പക്കാലെ പണിയാണ്. സൈക്കിളിന്റെ മുകളിൽ ഇങ്ങനെ ഓടാണ്. അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നാട്ടിലേക്ക് വരുന്നു. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. വലിയ പ്രയാസമാണ്, വലിയ പ്രയാസമാണ്. അവരെ കുടുംബക്കെ സമ്പത്ത് വളരെ, അവരെ മക്കളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. ഉപ്പ ഗൾഫിലാണെങ്കിലും എങ്ങനെങ്കിലും ജോലി എന്താണെന്നറിയണം. എല്ലാവരും പാലസിൽ ജോലിയൊന്നും കിട്ടുന്ന ആളെന്നല്ലേ. എല്ലാവരും മറ്റേ യൂസുഫ് അലി ഒന്നല്ല, ഗഫാർ മുഹമ്മദ് അലി ഷെട്ടി ഒന്നല്ല. എല്ലാവരും പലരും സാധാ ഗ്രോസറിയിൽ, ബക്കാലയിൽ പണിയെടുത്ത് ഒഴിവുള്ള സമയത്ത് വേറെയും പണിയെടുക്കും. പാർക്കിലൊക്കെ പോയിട്ട് റീചാർജ് കൂപ്പൺ വിൽക്കുക. എന്താ മനസ്സിലാക്കിയത്? എന്നിട്ട് പള്ളിക്കാർ പിരിവ് എൻ്റെ അടുത്ത് പോവാം. മാഷിന്റെ അടുത്ത് പോകില്ല. സ്കൂളിൽ നിന്ന് ഓനിക്ക് ഓണത്തിന് ലീവിന് വരെ പൈസ ആയിരിക്കും സ്കൂളിലെ മാഷിന്. ഓൻ്റെ അടുത്ത് പിരിവിനൊന്നും വരിങ്ങനെ പോകില്ല. ഗൾഫുകാരൻ വന്നോ ഓൻ്റെ പൈസ തീരുന്നതിന് മുമ്പ് പോണേ, ബന്ധപാട് റെസീറ്റ് അതിന് ക്ലിയർ ആയിട്ട് വലിയൊരു നീളമുള്ള റെസീറ്റ് ഓനിക്ക് കൊടുക്കാനുണ്ടാവും. നാട്ടുകാർക്ക് ചെറിയ റെസീറ്റാണ് കൊടുക്കുക.